തുടരുക. CPM നേതാവ് ശ്രീ കെ അനിൽകുമാർ നമുക്ക് ചേരും. ശ്രീ കെ അനിൽകുമാർ, ഹൈക്കോടതി ക്ഷേത്ര നിർമ്മാണം തടഞ്ഞത് കെട്ടിടത്തിന് അനുമതി കിട്ടാത്തതുകൊണ്ടാണ്. സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിന് വേണ്ടി പ്രതിഷ്ഠ നടത്തുകയോ പൂജയോ നടത്തുന്നതിനോ ഒന്നും ആർക്കും തടയാനും കഴിയില്ല. അങ്ങനെ ഒരു കാര്യം നടന്നിരിക്കുന്നു. VHP ഇതിനൊപ്പം നിൽക്കുകയാണ്. ഞങ്ങൾക്കല്ല, നിയമപരമായി ഞങ്ങൾക്ക് ഇതിലൊരു ബന്ധവുമില്ല, പക്ഷേ ഞങ്ങൾ മാനസികമായി പരിപൂർണ പിന്തുണ കൊടുക്കുകയാണെന്ന് പറയുന്നിടത്ത് ഒരു ക്ഷേത്രം ഉയർന്നു വരികയാണ് എന്നുള്ളതിൽ തർക്കമില്ല. ഏത് രീതിയിൽ കാണുന്നു ഇത്? ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഹാർമോണിയസ് ഇക്വേഷൻ ഇംബാലൻസ് ചെയ്യുകയില്ല എന്താണ് VHPയുടെ ശ്രീ അനിൽ വിളയിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്? അല്ല, ഈ കേരളത്തിനകത്ത് നാളിതുവരെ വാപൂരസ്വാമിയുടെ ഒരു ക്ഷേത്രം ഞങ്ങളാരും കണ്ടിട്ടില്ല. ഇതേവരെ ഇല്ലാത്തൊരു വാപൂരസ്വാമി ഇപ്പൊ എഴുന്നള്ളിക്കേണ്ട അത്യാവശ്യം എന്താണ്? അത് ശബരിമലയുമായി ബന്ധപ്പെട്ട് വാവർ സ്വാമിയുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യം നിലനിൽക്കെ ജനകൂടുകൾ വാവൂരസ്വാമി എന്ന് നെഞ്ചേറ്റുന്ന ഐതിഹ്യത്തിനെത്തി വാപുരൻ എന്ന് പറയുന്നത് ഉണ്ടോ? ആ വാപുരൻ എന്ന സ്വാമിയായത്? ഈ ഒരു ചർച്ചയെ വന്ന് വിഡ്ഢിത്തരം പറയുന്ന VHPക്കാരോട് ഞാൻ ചോദിക്കുക, ഇതെന്നാ സ്വാമിയായത്? നിങ്ങൾ സ്വാമി എന്നൊരു പദപ്രയോഗം ഉപയോഗിക്കണ അയ്യപ്പ സ്വാമിയിൽ നിന്നാണ് സ്വാമി വരുന്നത്. അപ്പൊ വാപുരസ്വാമിയിൽ നിന്നാണ് സ്വാമി വരുന്നത്. പിന്നെങ്ങനെയാ വാപുരസ്വാമി വരുന്നത്? വാപുരൻ എന്നാണെങ്കിൽ വാപുരൻ ദൈവമല്ല. ഇന്നേവരെ വാപുരൻ ദൈവമായിട്ട് ഒരാളും കണ്ടിട്ടില്ല. ശിവന്റെ ഭൂതഗണങ്ങളിൽ ആരോ ഒരാളുണ്ടെന്നാണ് പറയുന്നത്. ഭൂതഗണങ്ങളെല്ലാം ഇവിടെ ആരാധിക്കുന്നുണ്ടോ? ശിവനില്ലാതെ ഭൂതഗണം ഉണ്ടോ? ഞാൻ ഹിന്ദുമതവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ശൈവ സങ്കല്പമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് സംസാരിക്കുന്നത്. ഇതെല്ലാം ഇവിടെ വളരെ ബോധപൂർവം ആളുകൾക്കിടയിൽ നുണപ്രചരണം നടത്താൻ സൃഷ്ടിക്കുന്ന ബിംബകൽപ്പനകളാണ്. ഇത്തരം ഒരു ബിംബകൽപ്പനയ്ക്കും അയ്യപ്പന്റെ ശബരിമലയിൽ സ്ഥാനമില്ല എന്നാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത്. ശ്രീ കെ അനിൽകുമാർ, പക്ഷേ ഏതെങ്കിലും ഒരിടത്ത് അങ്ങനെ ഏതെങ്കിലും ഒരു പ്രതിഷ്ഠ ഉണ്ടാവുകയും 2-3 പേർ അവിടെ പ്രാർത്ഥിക്കുകയും ചെയ്താൽ സ്വാഭാവികമായിട്ടും 3-4 ദിവസം കഴിയുമ്പോൾ അതൊരു ആരാധനാലയമായി മാറുന്ന സാഹചര്യമൊക്കെ ഉള്ള നാടാണ്. ഇങ്ങനെ ഒരു ക്ഷേത്രം ഉണ്ടാകുമ്പോൾ തൊഴുകാൻ വരുന്നവർക്ക്, ഞാൻ അതിന് പേരൊന്നും എടുത്ത് പറയുന്നില്ല, അത്തരം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമാണ്. വിശ്വാസത്തിന് അങ്ങനെതായ ചില മെറിറ്റുകളും ഡീമെറിറ്റുകളും ഉണ്ട്. എങ്ങനെ എന്ത് ചെയ്യാൻ കഴിയും? എങ്ങനെ പ്രതിരോധിക്കും? ഇത് വാവൂരസ്വാമിയുടെ ഇടം കാണിച്ചു കൊടുത്തിട്ട് അതെ, വാവൂരസ്വാമി ഇപ്പൊ അങ്ങപ്പറയാ, വാവൂർ എന്ന് പറഞ്ഞാൽ അപ്പുറം ഇരിക്കുകയാണ്. ഈയിടെ പുള്ളി മതം മാറി എന്ന് പറയാൻ വേണ്ടി ദൈവത്തെ മതം മാറ്റാൻ വേണ്ടിയുള്ള തന്ത്രമാണ്. ഇതൊക്കെ കച്ചവടമാണ്, RSSന്റെ കച്ചവടമാണ്. ഈ കച്ചവടത്തിനൊന്നും കേരളത്തിൽ സ്ഥാനമില്ല. നല്ല നിലയ്ക്ക് കേരളത്തിന്റെ മതനിരപേക്ഷ സമൂഹം ഇത് തുറന്നു കാട്ടും. പക്ഷെ ഉത്തരേന്ത്യയിൽ നിന്ന് വരുന്ന ധാരാളം അയ്യപ്പഭക്തന്മാരുണ്ടാവും, മറ്റിടങ്ങളിൽ നിന്ന് വരുന്നവർ. അവരെ പറ്റിച്ച് ജീവിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. കച്ചവടമാണ്. ആ കച്ചവട താല്പര്യത്തെ തുറന്നു കാട്ടുക എന്നുള്ളതാണ് പ്രധാനം. ഏതെങ്കിലും തരത്തിൽ ഇതിപ്പോൾ ക്രമസമാധാന പ്രശ്നം ഉണ്ടായാൽ പോലീസിന് ഇടപെടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുന്നില്ലല്ലോ എന്നാണ് VHP ചോദിക്കുകയും ചെയ്യുന്നത്. ആരും ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുന്നില്ലല്ലോ എന്നാണ്. ഇത് ആളുകളെ പറ്റിക്കാൻ വേണ്ടി നടത്തുന്ന കച്ചവടമല്ലേ? ഇതിന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണോ? ഇതെല്ലാം കച്ചവടത്തിന്റെ ഭാഗമാണ്, വ്യവസായത്തിന്റെ ഭാഗമാണ്. ആ വ്യവസായത്തെ കേരളം തിരിച്ചറിയുന്നുണ്ട് എന്നാണ് ഞങ്ങൾ കരുതുന്നത്. ശരി, ദയവായി പറ്റുമെങ്കിൽ ഒന്ന് തുടരാം. ഐക്യവേദിയുടെ ശ്രീ RV ബാബു നമുക്ക്